BJP വിരുദ്ധ വോട്ടുകൾ യോജിപ്പിക്കുന്നതിന് നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും അവസ്ഥ ഓരോ സംസ്ഥാനമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ നമുക്ക് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല സാധ്യത ഇനിയും ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്ന ചിത്രം. അപ്പോൾ അത്തരം ഒരു നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. BJP ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനല്ല. അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ബദലായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മിതിയെ തുടർന്ന് അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓളം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവുമെന്നുള്ളതാണ് ഈ മാധ്യമങ്ങളും BJP സംഘപരിവാർ വിഭാഗങ്ങളും ആലോചിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് BJP അല്ലാത്ത മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് അണിനിരത്തുക എന്നുള്ളത്. ആഗോളവൽക്കരണ നിലപാടുകളും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമാണ്. ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കുള്ള അതിൻ്റെ പരമാധികാരം, ഫാസിസത്തിൻ്റെ സമീപനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഏകാധിപത്യ പ്രവണത, ഈ മൂന്നാണ് BJPയുടെ മുഖമുദ്ര. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്രാജ്യത്വവുമായിട്ട് ചേർന്ന് കൈകോർത്ത് ഇന്ത്യൻ മുതലാളിയെ ലോക മുതലാളിത്തത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ നെറുകയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ വെറും ഹിന്ദുത്വം മാത്രമല്ല, ഹിന്ദുത്വം രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ കാര്യം ഈ കോർപ്പറേറ്റ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടാണ്. അത് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അവർക്ക് ഭരണഘടനയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും എല്ലാം മാറ്റി തീർക്കുന്ന ഒരു നിലപാടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.